CMRL എക്സാലോജിക് ഇടപാടിൽ ഇ.ഡി. അന്വേഷണം നേരിടുന്ന ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ കടലാസ് കമ്പനിയല്ലെന്ന് പാർട്ണർ ഡോക്ടർ അനീസ് അറക്കൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് കമ്പനി തുടങ്ങിയത്. ഒളവണ്ണ പഞ്ചായത്തിൽ ലൈസൻസിനായി അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ മടക്കിയത് സാങ്കേതികവും രേഖകളുടെ തിരുത്തലുകളും ആവശ്യപ്പെട്ടാണ്. കമ്പനിക്കെതിരെ നടക്കുന്നത് കുപ്രചരണമെന്നും ഡോക്ടർ അനീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും സരീഷ് പി.കെ. നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തത്സമയം സരീഷ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഉൾപ്പെടെ ആ സ്ഥാപനത്തിൽ പോയതാണ്, അവിടുത്തെ അവസ്ഥ കണ്ടതാണ്. ഒറ്റമുറിയാണ്, കടയ്ക്ക് ഒരു കടമുറിയിലാണ് അത് പ്രവർത്തിക്കുന്നതെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണവുമായി എത്തിയിരിക്കുന്നത്. ഈ നിയമ തടസ്സമൊക്കെ പറയുന്നുണ്ട് അനീസ്. എന്തൊക്കെയാണ് ആ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്? കഴിഞ്ഞ ദിവസമാണ് ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. ബിൽഡിംഗ് എടുത്തതാരാണ്, വാടകയ്ക്ക് എടുത്തതാരാണ്, എന്തായിരുന്നു അവിടെ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഉടമ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കാലങ്ങളായി പൂട്ടിയിട്ടിരിക്കുകയാണ്, ആരും വരുന്നില്ല, പക്ഷേ കൃത്യമായി വാടക ലഭിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. എന്നാൽ അന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളോ ഒന്നും തന്നെ പ്രതികരിക്കാൻ അനീസ് ഉൾപ്പെടെയുള്ളവർ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്ന് അല്പസമയം മുൻപ് ഒരു വാർത്താക്കുറിപ്പായി അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന സ്ഥാപനം കടലാസ് കമ്പനിയാണെന്ന രീതിയിൽ വിപുലമായ പ്രചരണമാണ് നടക്കുന്നത്. ഇത് വസ്തുതാപരമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വേർഷൻ. അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമപരമായ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് കമ്പനി തുടങ്ങിയത്. GST രജിസ്ട്രേഷൻ, അതോടൊപ്പം തന്നെ SME ഉദ്യമം രജിസ്ട്രേഷൻ, അങ്ങനെ എല്ലാ ലൈസൻസുകളും നിയമപരമായ എല്ലാ അംഗീകാരങ്ങളും ലൈസൻസുകളും പ്രാബല്യത്തിലുണ്ട്. ഓഫീസിനായി ഒളവണ്ണ പഞ്ചായത്തിലെ ലൈസൻസിനായി അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ സാങ്കേതികവും രേഖകളുടെ ഫോർമാറ്റുമായി ബന്ധപ്പെട്ട ചില തിരുത്തലുകൾ നിർദ്ദേശിച്ച് പഞ്ചായത്ത് അപേക്ഷ തിരികെ നൽകുകയായിരുന്നു. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണമായും തിരുത്തലുകൾ വരുത്തി, ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അപേക്ഷ വീണ്ടും സമർപ്പിക്കാനും പൂർത്തീകരിക്കാനുമുള്ള, അതായത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സുതാര്യമായ ബിസിനസ് രീതികളും കൃത്യമായ ഗുണനിലവാര മാനദണ്ഡങ്ങളും സർക്കാർ നിയമങ്ങളും പാലിച്ചാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. നിരവധി കസ്റ്റമേഴ്സിന്റെ പിന്തുണ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. വസ്തുത മനസ്സിലാക്കി കമ്പനിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർ അനീസ് അറക്കൽ എന്ന പേരിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കൃത്യമായി തങ്ങൾക്ക് എല്ലാ അംഗീകാരമുണ്ട് എന്ന് പറയുമ്പോഴും പക്ഷേ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഒളവണ്ണ പഞ്ചായത്തിന്റെ അംഗീകാരം അല്ലെങ്കിൽ ലൈസൻസ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, സരീഷ് പി.കെ. ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്. എന്തായാലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണത്തിലും കെട്ടിടത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് അനീസ് അറക്കലും വ്യക്തമാക്കുന്നത്.